പ്രകൃതിയെ ഇല്ലാതാക്കുക വഴി വരും തലമുറയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് മാനവവംശത്തിന്റെ നിലനിൽപ്പ് തന്നെയാണ്. അജീഷ് മുണ്ടൂരിന്റെ കാറ്റാടി എന്ന ബാലകവിതകളിൽ ഈ സന്ദേശമുണ്ട്. 44 കുട്ടി കവിതകൾ അടങ്ങിയ പുസ്തകത്തെക്കുറിച്ച് പാലക്കാട് നിന്നും ക്യാമറാമാൻ അംബരീഷ് റാമിനോടൊപ്പം രാജേന്ദ്രൻ കല്ലേപ്പുള്ളി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. നാട്ടിലുണ്ടൊരു മത്തായി, കുഴിമടിയൻ മത്തായി, തീറ്റക്കാരൻ മത്തായി, തടിതടിയൻ മത്തായി, തിന്ന് തിന്ന് മത്തായി, രോഗിയായി മത്തായി, രോഗം മാറാൻ മത്തായി, നടന്നു മത്തായി. മുണ്ടൂർ നാലുപുരയ്ക്കൽ വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെയും ഇന്ദിരയുടെയും മകനാണ് അജീഷ്. ഈ ചെറുപ്പക്കാരൻ കൈവയ്ക്കാത്ത മേഖലകളില്ല. കഴിഞ്ഞ ദിവസം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് കാറ്റാടിയുടെ പ്രകാശനം നിർവഹിച്ചത്. സംവിധായകൻ, അഭിനേതാവ്, കവി, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ് എന്നീ നിലകളിലും പ്രവർത്തിച്ചുവരുന്നു. ചെറുപ്പം മുതൽ തന്നെ സാഹിത്യത്തിലും കലയിലും മികവ് പ്രകടിപ്പിച്ചിരുന്നു. സ്വന്തം ചുറ്റുപാടുകളിൽ നിന്നും സാഹിത്യരചനയ്ക്കും സിനിമാ പ്രവർത്തനങ്ങൾക്കും പ്രമേയം കണ്ടെത്തി സമകാലികതയോട് സംവദിക്കുന്ന ചെറുപ്പക്കാരനാണ് അജീഷ് മുണ്ടൂർ. കവിത, കഥ, നോവൽ, നാടകം, ഷോർട്ട് ഫിലിം തുടങ്ങി സർഗാപരതയുടെ എല്ലാ മേഖലകളിലും അജീഷ് വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ അജീഷ് എഴുത്തിന്റെ ലോകത്തിലേക്കെത്തി. മുണ്ടൂർ NNM BR ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലായിരുന്നു പഠനവും. യുവക്ഷേത്ര കോളേജിൽ നിന്നും ഹോട്ടൽ മാനേജ്മെന്റ് പഠനവും പൂർത്തീകരിച്ചു. അജീഷ് രചനയും സംവിധാനവും നിർവഹിച്ച ജീവജലം എന്ന ഹ്രസ്വചിത്രത്തിൽ അദ്ദേഹം തന്നെയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. നാലുപുരയ്ക്കൽ ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമ കാലിക പ്രസക്തിയുള്ളതാണെന്ന് മുൻ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ അഭിപ്രായപ്പെട്ടിരുന്നു. മുണ്ടൂരിലും പാലക്കാട് നഗരത്തിലും കലാസാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി പങ്കെടുക്കാറുള്ള അജീഷ് 10ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. കഥയും തിരക്കഥയും സംഭാഷണവുമൊക്കെ ഒരുക്കി ഒരു സമ്പൂർണ്ണ സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അജീഷ് മുണ്ടൂർ എന്ന അവിവാഹിതൻ. ഓട്ടക്കാരൻ കുരങ്ങച്ചൻ, ചാട്ടക്കാരൻ കുരങ്ങച്ചൻ, മരം കയറി കുരങ്ങച്ചൻ, പഴക്കൊതിയൻ കുരങ്ങച്ചൻ, ഗോഷ്ഠികൾ കാട്ടും കുരങ്ങച്ചൻ, തട്ടിപ്പറിച്ചോടും കുരങ്ങച്ചൻ, കാട്ടിൽ പിറന്നവൻ കുരങ്ങച്ചൻ, കാട്ടിൽ വളർന്നവൻ കുരങ്ങച്ചൻ, കാടിൻ്റെ മകൻ കുരങ്ങച്ചൻ. കുട്ടിക്കാലം മുതലേ എഴുത്തുണ്ട്. ഇത് ഏകദേശം 10ൽ കൂടുതൽ പുസ്തകമായി ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൽ കവിതാ സമാഹാരമുണ്ട്, കഥാസമാഹാരങ്ങളുണ്ട്, നോവലുണ്ട്, പിന്നെ തിരക്കഥകൾ എഴുതാറുണ്ട്, നാടകങ്ങൾ എഴുതാറുണ്ട്, പാട്ടുകൾ എഴുതാറുണ്ട്. അങ്ങനെ എഴുത്തിൻ്റെ മേഖലയിൽ ഇങ്ങനെ എഴുതാറുണ്ട്. ബാലസാഹിത്യം ഇത് രണ്ടാമത്തെ ബാലസാഹിത്യമാണ്. ആദ്യത്തെ ബാലസാഹിത്യം പൊന്നമ്പിളി പറഞ്ഞിട്ട് കുട്ടിക്കഥകൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പൊന്നമ്പിളി പറഞ്ഞിട്ടുള്ള കുട്ടിക്കഥകളാണ് ആദ്യത്തെ. ഇത് രണ്ടാമത്തെ ബാലസാഹിത്യമാണ്. കുട്ടിക്കവിതകൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടിക്കവിതകൾ. എനിക്ക് തോന്നുന്നു 2nd സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ഇത് ഈണത്തിൽ ചൊല്ലാൻ പറ്റുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. നാടകം, ഹ്രസ്വചിത്രം, സിനിമ മേഖലയിൽ അഭിനയം, സംവിധാനം, അങ്ങനെ മേഖലകളിലൊക്കെ ഞാൻ ഉണ്ട്, കുറേ കാലമായിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.